ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ കഥ വളരെ സിമ്പിളാണ്, പക്ഷേ ഇതിൻ്റെ ഒരു സാരാംശം, ഇതിൻ്റെ ഒരു നട്ട്ഷെൽ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനം തന്നെയാണ്. ഇതിൻ്റെ ടൈറ്റിൽ മിസ്സിംഗ് ബട്ടൺ എന്നാണ്. മീര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു എന്താ പറയുക, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന, ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ മീരയ്ക്ക് ഇന്നത്തെ ദിവസം ഒരു പ്രസൻറ്റേഷനുള്ള ദിവസമാണ്. അപ്പോൾ മീര അതനുസരിച്ച് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട്, സ്ലീവൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു, അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു, റെഫർ ചെയ്യുന്നു, പഠിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ്, ഡ്രസ്സൊക്കെ നല്ല നീറ്റ്ലി ആയതുകൊണ്ടായിട്ട് ഹൈലി കോൺഫിഡൻ്റ് ആയിട്ടാണ് മീര പോകുന്നത്. ഓക്കെ, അപ്പോൾ മീര ഇതിൻ്റെ ഇടയിൽ, മീര കണ്ണാടിയിലൊക്കെ നോക്കി ഇങ്ങനെ റെഡി ആകുമ്പോൾ മീര ശ്രദ്ധിക്കുമ്പോൾ ഒരു സ്ലീവിൻ്റെ അവിടെ ഒരു ബട്ടൺ മിസ്സിങ് ആണ്. അപ്പോൾ മീര, നമ്മളെല്ലാവരും ചിന്തിക്കണ മാതിരി ഒരു ബട്ടൺ അല്ല, ഒന്നും സാരില്ല എന്ന് വിചാരിച്ചിട്ട് മീര അതിനെ തള്ളിക്കളഞ്ഞു. പക്ഷെ പിന്നീട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മീര ചിന്തിച്ചു, ഒരു ബട്ടൺ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡ്രസ്സ് ശരിയാവില്ല. ഡ്രസ്സ് ശരിയായില്ലെങ്കിൽ പിന്നെ അവിടെ എല്ലാവരും എന്താ ചിന്തിക്കുക? എൻ്റെ മാനേജർ അവിടെ ഉണ്ടാവും, അവരുടെ മുന്നിൽ എനിക്കൊരു റെപ്യൂട്ടേഷൻ ഇല്ല, അവരെന്താ ചിന്തിക്കുക? എൻ്റെ ഫ്രണ്ട്സ്, അവരുടെ ഇടയിലും ഞാനൊരു ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്, അവരെന്താ ചിന്തിക്കുക? ഇങ്ങനെ ചിന്തിച്ച് 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 ഒരു 10,000 തോട്ട്സുകൾ ആ സമയത്തിലൂടെ മീര ആകെ ഡിസ്റ്റർബ്ഡായി. ഉള്ള കോൺഫിഡൻസും പോയി കിട്ടി, ആകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഡ്രസ്സ് മാറ്റണമെന്ന് അറിയില്ല, ഇങ്ങനെ കുറേ ചിന്തകൾ. വേറെ ഡ്രസ്സ് മേടിക്കുമ്പോഴേക്കും ടൈം എടുക്കുമെന്ന് അറിയില്ല, അപ്പോഴേക്കും എൻ്റെ പ്രസൻറ്റേഷൻ ഇങ്ങനെയാവും, ഡിലേ ആവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ചിന്തകൾ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി അവിടെ വന്ന് ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ മുത്തശ്ശി വെച്ചത് എന്താ പോവാത്തത്? അപ്പോൾ മീരോട് ചോദിച്ചു, എന്താണ് പോവാത്തത്? സമയമായല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശി ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കിയപ്പോൾ മീര പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതിൻ്റെ ബട്ടൺ ഒന്ന് മിസ്സിങ് ആണ്, അപ്പോൾ അതുകൊണ്ട് എനിക്കതൊന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ മുത്തശ്ശി ഒന്ന് പോസ് ചെയ്ത് പതുക്കെ, അത് കഴിഞ്ഞിട്ട് ആ സ്ലീവിൻ്റെ ബട്ടൺ ഒന്ന് ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ട് ഒന്ന് ശരിയാക്കി കൊടുത്തു. അപ്പോൾ എന്നിട്ട് മുത്തശ്ശി, അപ്പോൾ മീര ഒന്ന് ചിരിച്ചു, നമ്മളെല്ലാവരും ഒരു ചമ്മൽ ഉള്ള പോലെ ചിരിച്ചു. അതിനുശേഷം മുത്തശ്ശി പറഞ്ഞു, കണ്ടില്ലേ, പ്രോബ്ലം സോൾവ്ഡ്. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ മുത്തശ്ശി എന്നിട്ട് പറഞ്ഞു, ഇവിടെ പ്രോബ്ലം അപ്പോഴേക്കും സോൾവ് ആയി, പക്ഷെ നീ ചിന്തിച്ചു കൂട്ടിയ വറീസ് അത് എത്രത്തോളം വലുതാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ എന്ന് പറഞ്ഞു. അപ്പോൾ കഥ ഇത്രേ ഉള്ളൂ, പക്ഷെ ഇതിൻ്റെ നട്ട്ഷെൽ എന്താണ്? സംടൈംസ് ദ പ്രോബ്ലംസ് ആർ വെരി വെരി സ്മോൾ. നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ വളരെ സ്മോളാണ്, പക്ഷെ നമ്മുടെ വറീസാണ് ഏറ്റവും വലുത്. ഈ ഒരു ടൊർണാഡോ അല്ലെങ്കിൽ ഒരു സുനാമി പോലെ നമ്മളതിനെ വലുതാക്കി വലുതാക്കി ചിന്തിച്ച് ചിന്തിച്ച് വളരെ വലിയൊരു സംഭവമാക്കി മാറ്റും. അപ്പോഴേക്കും ഈ പ്രോബ്ലം എന്തായിട്ടുണ്ടാവും? വളരെ ചെറുതായിട്ട് അത് പോയി കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് നമ്മുടെ ലൈഫിൽ കേൾക്കുമ്പോൾ വളരെ ചെറിയ കാര്യമായിട്ട് തോന്നും, വളരെ സിമ്പിൾ, പിന്നെ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, സമ്മതിച്ചു, അറിയാവുന്ന കാര്യമായിരിക്കാം, പക്ഷെ എത്രത്തോളം നമ്മളത് പ്രാക്ടിക്കൽ ആക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ആ സമയത്ത്, നിങ്ങൾ ഈ പ്രോബ്ലം വരുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് മനസ്സിലൊന്ന് ചിന്തിച്ച് വെയിറ്റ് ചെയ്ത്, ഇതിൻ്റെ പ്രോബ്ലം സൊല്യൂഷൻ ഉണ്ടോ? സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് നോക്കാം, അങ്ങനെ ചെയ്തിട്ട് വല്ല പരിഹാരമുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ട് തീർക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ ഈ ലോകത്ത്. എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ ഉണ്ട്, പക്ഷെ നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് ആ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും എല്ലാ കാര്യങ്ങളും. എന്തായാലും ഞാനും ഒന്ന് ചിന്തിക്കാം, നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കും.